അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ദിക്റുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ അദ്കാറുസ് സബാഹും അദ്കാറുൽ മസാഉം അഥവാ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ നിർവഹിക്കുവാനുള്ള ദിക്റുകളും ദുആകളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിരിക്കുന്നു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ആരെങ്കിലും പ്രഭാത നേരത്തും പ്രദോഷ നേരത്തും അഥവാ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 മറ 100 തവണ പറഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരാളും കൊണ്ടുവരികയില്ല ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, ഈ വ്യക്തി കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഒരാളും പരലോകത്ത് കൊണ്ടുവരികയില്ല. ഇല്ല അഹദുൻ, ഒരാളൊഴികെ. അയാൾക്ക് ഇയാളേക്കാൾ പ്രത്യേകതയുണ്ടാകും. അയാൾ എന്ത് ചെയ്തു? ഖാല മിസ്ലമാ ഖാല, അദ്ദേഹവും ഇയാൾ പറഞ്ഞതുപോലെ അയാളും പറഞ്ഞു. ഔ സാദ അലൈഹി, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം പറഞ്ഞു. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് 100 തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറയേണ്ടതുണ്ട്. ഇതിൻ്റെ മറ്റൊരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയാൻ എത്ര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാരെങ്കിലും ഒരു ദിവസത്തിൽ 100 തവണ, നേരത്തെ പറഞ്ഞു നമ്മൾ, പ്രഭാതത്തിൽ 100, പ്രദോഷത്തിൽ 100, അങ്ങനെ പറഞ്ഞാൽ ഹുത്തത് ഖതായാഹു, അവൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. വഇൻ കാനത് മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിലെ നുരയോളവും പതയോളവും ആ പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി. സമുദ്രത്തിലെ നുരയും പതയുമൊക്കെ ആർക്കാണ് കണക്കാക്കാൻ പറ്റുക? ആർക്കാണ് അളക്കാൻ പറ്റുക? അപ്പം അളവറ്റ വിധത്തിലാണ് സമുദ്രത്തിലെ നുരയും പതയും ഒക്കെ ഉണ്ടാവുക. അത്രത്തോളം ചെറുപാപങ്ങളാണ് ഉദ്ദേശം. വൻപാപങ്ങൾക്ക് പ്രത്യേകം അവയെക്കുറിച്ച് റബ്ബിനോട് പറഞ്ഞ് തൗബ ചെയ്യുക തന്നെ വേണം. ഇത് ചെറുദോഷങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ചെറിയ ചെറിയ പാപങ്ങൾ സമുദ്രത്തിലെ നുരയോളവും പതയോളവും ഉണ്ടെങ്കിലും അതൊക്കെ മായ്ച്ചു കളയാനും പൊറുക്കപ്പെടാനും ഈ ഒരു ദിക്റ് മതി. എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ പ്രഭാതത്തിലും പറയുക, 100 തവണ പ്രദോഷത്തിലും പറയുക. അപ്പൊ ടോട്ടൽ ഒരു ദിവസം 200 തവണയായി. ഇത് ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവുമായ നിലക്ക് അയാൾ അതിൻ്റെ ആശയം പഠിച്ചുകൊണ്ട് പറയണം. അതല്ലാതെ നിസ്കാരവും നോമ്പും ഇസ്ലാമികമായ നിയമങ്ങളും വിശ്വാസങ്ങളുമൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാതെ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം ഇങ്ങനെ നാവുകൊണ്ട് ചൊല്ലിപ്പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവൻ ഈ മഹത്വങ്ങളൊന്നും കിട്ടില്ല. പരലോകത്ത് ഇവൻ്റെ അത്ര പുണ്യം ചെയ്ത ഒരാളുണ്ടാവില്ല. ഇവൻ ചെയ്തതുപോലെ ചെയ്തവനും അതിനേക്കാൾ അപ്പുറം ചെയ്തവനും ഒഴികെ എന്നൊക്കെയാണല്ലോ ആദ്യത്തെ ഹദീസിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്താണ് ഇതിൻ്റെ ആശയം? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. റബ്ബിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്ന, വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവന് ഇണയുണ്ടെന്ന് പറയുന്നവരുണ്ട്, അവന് മക്കളുണ്ടെന്ന് പറയുന്നവരുണ്ട്. അവനെപ്പോലെ കേൾക്കുന്നവരും കാണുന്നവരും കഴിയുന്നവരും സഹായിക്കുന്നവരും ഒക്കെയുണ്ട്. അവനെപ്പോലെ തന്നെ എല്ലാ മറ്റുള്ളവർക്കും കഴിയും. പക്ഷെ അവനങ്ങനെ കഴിവാണ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഇവർക്കൊക്കെ എല്ലാം കാണാനും കേൾക്കാനും കഴിയുമെന്നൊക്കെ അള്ളാഹുവിൻ്റെ മേൽ അവൻ നിശ്ചയിച്ചിട്ടില്ലാത്തത് പറയുന്ന ആളുകളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഭരണം പോലും അവൻ മറ്റുള്ളവർക്കാണ് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന റബ്ബല്ലാത്ത മുദബ്ബിറുൽ ആലമുകളുണ്ട്. ലോക നിയന്ത്രണം നടത്തുന്ന വേറെയും ആളുകളുണ്ട് എന്നൊക്കെ പറയുന്ന കുതന്ത്രക്കാരുണ്ട്. ഇങ്ങനെ ഏതെല്ലാം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മായം കലർത്തിയ ആരൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു.
അവനെ സ്തുതിക്കുന്നതോടൊപ്പം, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. റബ്ബിനാണ് ഞാൻ എല്ലാ സ്തുതികളും അർപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും അവന് മാത്രമാണ് അവകാശപ്പെട്ടത്. എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അവന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അവനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്, പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനും ആ കൂട്ടത്തിലുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും മറക്കാതെ പറയുക. വൻ പ്രതിഫലമാണുള്ളത് എന്നും മനസ്സിലായി. സമുദ്രത്തിലെ നുരയോളവും പതയോളവും പാപങ്ങളുണ്ടെങ്കിലും ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുവാൻ ഈ ഒരു പ്രാർത്ഥന മതിയായതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ദീനിൻ്റെതായ പാലിക്കാതെ റബ്ബ് അരുതെന്നു പറഞ്ഞ ഹറാമുകളൊക്കെ ജീവിതത്തിൽ നടപ്പിരിപ്പിലും വിശ്വാസത്തിലുമൊക്കെ വെച്ചു പുലർത്തുന്നവർ കേവലം ഇങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ പാപങ്ങൾ പൊറുക്കുകയോ അവർക്ക് പരലോകത്ത് അത്യുന്നതമായ ശ്രേഷ്ഠകരമായ സ്ഥാനം ലഭിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. ഇതൊക്കെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ മഹത്വമൊക്കെ ലഭിക്കുക എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പ്രയാസവുമില്ലാതെ പറയാൻ സാധിക്കുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് പ്രഭാതത്തിലും പറയുക, പ്രദോഷത്തിലും പറയുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.